വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, പ്രീമിയർ ലീഗ് ഈസ് ബാക്ക്. പ്രീമിയർ ലീഗിൻ്റെ പുതിയ സീസൺ ഇന്നലെ നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ഫുൾഹാം മാച്ചോടെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ആ ഒരു മാച്ചിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, യുണൈറ്റഡിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് നോക്കുന്ന സമയത്ത് ഒനാന സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ലിസാൻഡ്രോ മാർട്ടിനസ് ഉണ്ട്, ഹാരി മഗ്വയർ ഉണ്ട്, അവരുടെ പുതിയ സൈനിങ് ആയിട്ടുള്ള മെസറോയി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ടാലോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, കാസമിറോ ഉണ്ട്, കൊബി മൈനു ഉണ്ട്, ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട്, അതുപോലെ മേസൺ മൗണ്ട് ഉണ്ട്, വിങ്സിലേക്ക് നോക്കുമ്പോൾ അമാദ് ഡയലോ ഉണ്ട്, റാഷ്ഫോർഡ് ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു അവരുടെ ഒരു സ്റ്റാർട്ടിംഗ് ലെവൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഫുൾഹാമിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടെ ടെറ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മൊനീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ അഡാമ ട്രയോറേനെ പോലത്തെ പ്ലേയേഴ്സ് ഉണ്ട്, എമിൽ സ്മിത്രോ ഉണ്ട്. അപ്പോൾ അഡാമ ട്രയോറൊക്കെ കാര്യമായിട്ടുള്ള റൺസൊക്കെ ഫസ്റ്റ് ഹാഫിലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും നല്ലൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നില്ല. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു പ്രോപ്പർ ക്ലിനിക്കൽ സ്ട്രൈക്കർ എന്നുള്ള ഗ്രൗണ്ടിലില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറവ് കാര്യമായിട്ട് കാണാനുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പൺ ചാൻസുകൾ ബ്രൂണോ ഫെർണാണ്ടസിന് കിട്ടുന്നുണ്ട്, അതുപോലെ നല്ല ചാൻസുകൾ മേസൺ മൗണ്ടിനും കിട്ടുന്നുണ്ട്. പക്ഷേ അതൊന്നും അവർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതേസമയം നമ്മൾ എന്താ പറയുക, ഈ ഒരു ഫുൾഹാമിൻ്റെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഫുൾഹാം ഹാഫ് ചാൻസസ് ഒക്കെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കാര്യമായിട്ട് നടത്തുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്തു നിന്ന് നമ്മൾ ബൈസിക്കിൾ കിക്ക് എന്താ പറയുക, അക്രോബാറ്റിക് അറ്റംപ്റ്റുകൾ കാണുന്നുണ്ട്, അതുപോലെ തീ പിടിച്ച കൗണ്ടർ അറ്റാക്കുകൾ നമ്മൾ അവരുടെ എന്താ പറയുക ട്രയോറിൻ്റെ സൈഡിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പം കാര്യമായിട്ടുള്ളൊരു ത്രെറ്റ് ഫുൾഹാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുൾഹാം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രോമിസിങ് ആയിട്ടുള്ളൊരു സൈഡാണ്. അവർ അത്യാവശ്യം സൈനിങ്ങൾ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അവരുടെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്ത് കാണേണ്ടതാണ്. അപ്പം ഈ ഫസ്റ്റ് ഹാഫിൽ ഇത്രയും ചാൻസുകൾ മിസ്സാക്കിയത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ശരിക്കും കോസ്റ്റ്ലി ആകുമെന്ന് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ടീം ഫുൾഹാമാണ്, അവരടിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. പക്ഷേ ഫുൾഹാമിനെ തടഞ്ഞു നിർത്തിയത് യുണൈറ്റഡിൻ്റെ ഡിഫൻസാണ്. മെസറോയും ഡാലോയും അതുപോലെ ഹാരി മഗ്വയറും പിന്നെ ലിസാൻഡ്രോ മാർട്ടിനസുള്ള ഡിഫൻസ്. അത് തന്നെ ലിസാൻഡ്രോ മാർട്ടിനസ് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ആളുടെ ടാക്കിൾസ്, ആളുടെ ബോള് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എബിലിറ്റി എല്ലാം എടുത്തു കാണിക്കുന്ന മറ്റൊരു മാച്ചും കൂടാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. അടിപൊളി പെർഫോമൻസാണ് ലിസാൻഡ്രോ മാർട്ടിനസ് പുറത്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹാരി മഗ്വയറിനും നല്ലൊരു മാച്ചായിരുന്നു. ഭയങ്കര മെച്ചുവേർഡായിട്ടുള്ള പെർഫോമൻസ്, വലിയ മിസ്റ്റേക്കുകളൊന്നും വരുത്താതെ ആൾ സൂപ്പറായിട്ട് ഡിഫൻസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീസണിൽ ചിലപ്പോൾ ഒരു കീ മാനനായിരിക്കും ഹാരി മഗ്വയർ ഡിഫൻസിൽ. അറ്റ്ലീസ്റ്റ് ലെനിയോറോ വരുന്നവരേക്കും. അപ്പോൾ ലെനിയോറോ വന്നു കഴിഞ്ഞാലും ലെനിയോറോനെ ഫുൾ ടൈം കളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന ഒരു കേസല്ല. കാരണം 18 വയസ്സുള്ള ഒരു പ്ലെയറാണ്, യങ്ങാണ്. അപ്പോൾ ആളെ ഇങ്ങനെ ശേഖരിച്ച് വെക്കേണ്ടതായിട്ടുണ്ട് ഫ്യൂച്ചർ സീസണുകളിലേക്ക്. അപ്പോൾ എന്തായാലും ഈ ഒരു സീസണിൽ 100% ഷുവറാണ് നമ്മുടെ ഹാരി മഗ്വയർ ഒരു കീ പ്ലെയർ തന്നെ ആയിരിക്കും. അപ്പം ഹാരി മഗ്വയറിൻ്റെ അടുത്ത് ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടാണ് ഈ സീസണിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം അത് ഭയങ്കര ആശ്വാസം നൽകുന്ന ഒരു സംഗതിയാണ്. പിന്നെ മെസറോയിൻ്റെ കേസ് പറയുമ്പം നല്ലൊരു ഡെബ്യൂ മാച്ച് ആയിരുന്നു അദ്ദേഹത്തിനും. ആൾ ഭയങ്കര ക്ലീനായിട്ട് ഓൺ ആൻഡ് ഓഫ് ദ ബോൾ പെർഫോം ചെയ്യുന്നുണ്ട്. സൂപ്പർ പെർഫോമൻസ് ആണ് ആളെ സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുന്ന സമയത്ത് ടോട്ടലി യുണൈറ്റഡ് മെച്ചപ്പെടുന്നുണ്ട്. അപ്പോൾ യുണൈറ്റഡിൻ്റെ ഗോൾ വരുന്നത് സിർക്സിൻ്റെ കാലിൽ നിന്നാണ്. അവർക്ക് ഒരു പ്രോപ്പർ സ്ട്രൈക്കറുടെ കുറവുണ്ടായിരുന്നു. അതായത് ബോള് ബോക്സിലേക്ക് എത്തുന്ന സമയത്ത് ബോളിലേക്ക് അപ്രോച്ച് ചെയ്തിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരാളെ കുറവുണ്ടായിരുന്നു. അതിന് മേസൺ മൗണ്ടിന് പറ്റില്ല, റാഷ്ഫോർഡിന് പറ്റില്ല, അമാദ് ഡയലോഗ് പറ്റില്ല, ആർക്കും പറ്റില്ല. അപ്പം അതിന് പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പോക്കറ്റ് ബോംബാണ് സിർക്സി എന്ന് പറയുന്നത്. സിർക്സി ഗ്രൗണ്ടിലേക്ക് വന്നപ്പം അതാണ് അവിടെ വ്യത്യാസം വന്നത്. അപ്പോൾ ആ ഒരു ഗോൾ വരുന്ന ഒരു മൊമെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഗോൾ ഉണ്ടാക്കുന്നത് ബേസിക്കലി ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. ബ്രൂണോ ഫെർണാണ്ടസ് മധ്യവരൻ്റെ അടുത്തു നിന്നൊരു ബോൾ കൊടുക്കുന്നു. ആ ബോള് പ്രൊപ്പഗേറ്റ് ചെയ്ത് അവസാനം ഗർണാച്ചോൻ്റെ ആ ഒരു ക്രോസാണ് സിർക്സിയിലേക്ക് എത്തുന്നത്. സിർക്സി കൃത്യമായിട്ട് കാല് വെച്ച് ഉള്ളിലേക്ക് കയറ്റുന്നു. അപ്പം അത്തരത്തിൽ ബോളിനെ കോണ്ടാക്ട് ചെയ്തിട്ട് പോസ്റ്റിലേക്ക് തട്ടിവിടാനുള്ള ഒരാൾ കുറവാണ് യുണൈറ്റഡിൽ അതുവരെ ഉണ്ടായിരുന്നത്. അത് സിർക്സി അങ്ങോട്ട് തിരുത്തി കളഞ്ഞു. അതുപോലെ ഗർണാച്ചോനെയും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് നമ്മുടെ എറിക് ടെൻ ഹാഗ് കൊണ്ടുവരുന്നത്. അതുപോലെ മെക്ടോമിനായിനും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വളരെ നന്നായിട്ട് വർക്കായി നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അതിനെന്തായാലും എറിക് ടെൻ ഹാഗിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുക തന്നെ വേണം. അപ്പം ഈ ഒരു മാച്ച് ടോട്ടലി നോക്കുന്ന സമയത്ത് അതിനു മുന്നേ എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം,
ഒരു ഗംഭീര പാസ് നമ്മളെ റാഷ്ഫോർഡ് അവിടെ ഗർണാച്ചോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മാച്ചിൻ്റെ അവസാന നിമിഷങ്ങളിൽ. പക്ഷേ ഗർണാച്ചോക്ക് അത് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എനിവേ അവർക്ക് 3 പോയിൻ്റ് നേടാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു മാച്ചിലേക്ക് നോക്കുന്ന സമയത്ത് യുണൈറ്റഡ് ടോപ്പ് ക്ലാസ് പെർഫോമൻസ്, എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്ത പെർഫോമൻസ് അങ്ങനെയൊന്നും ആയിരിക്കില്ല. പക്ഷേ അവർക്ക് 3 പോയിൻ്റ് നേടാൻ വേണ്ടി കഴിഞ്ഞു. അവരുടെ ഗോൾ കീപ്പർ ഫോമിലേക്ക് എത്തുന്നുണ്ട്. ഒനാന നല്ല രീതിക്കുള്ള സേവുകൾ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഡിഫൻസ് നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് ഹാരി മഗ്വയർ പ്ലസ് ലിസാൻഡ്രോ മാർട്ടിനസ് കോംബോ നല്ല രീതിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. പിന്നെ മാസറോയി എന്ന് പറയുന്ന പുതിയ സൈനിങ്ങും ഡാലോ നല്ല പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. ഇനി പ്രശ്നങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ കാസമിറോൻ്റെ സാന്നിധ്യം അല്ലറച്ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസമിറോ ഓൺ ദ ബോൾ അത്രക്ക് കംഫർട്ടബിൾ അല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഓൺ ദ ബോളിൽ അദ്ദേഹത്തിന് എന്തൊക്കെ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ടെൻ ഹാഗ് കൊടുത്ത പോലെയാണ് തോന്നുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അതൊന്നും ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ആളുടെ പാസുകൾ മിസ്പ്ലേസ്ഡ് ആവുന്നുണ്ട്, ഈസിലി ഡിസ്പോസസ്ഡ് ആവുന്നുണ്ട്. കാസമിറോ നമ്മൾ വേറൊരു സൈഡ് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള ഗോൾ ത്രെറ്റ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഓഫ് ദ ബോളും വലിയ കുഴപ്പമില്ല. പക്ഷേ ഓൺ ദ ബോൾ ആൾ ഭയങ്കര വീക്കാണ്. അപ്പം കാസമിറോനെ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത്ര ശരിയാവുമെന്ന് തോന്നുന്നില്ല. അവിടെ ഒരു പ്രോപ്പർ ബോൾ പ്ലേയിങ് പ്ലെയറിനെ വേണം. അറ്റ്ലീസ്റ്റ് അമ്രാബത്തിനെയോ അല്ലെങ്കിൽ വേറെ പ്ലേയേഴ്സിനെ അവിടെ ട്രൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അവിടെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി നമ്മുടെ കാസമിറോക്ക് കൊടുക്കുമ്പം അത് ശരിക്കും ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് കോബി മൈനുവിൻ്റെ ഒരു പെർഫോമൻസ്. കോബി മൈനു നല്ല രീതിക്കാണ് ആ മാച്ചിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ആളുടെ ലോങ് ബോൾ സക്സസ് റേറ്റ് നോക്കുകയാണെങ്കിൽ 100% ആണ്. 5 ഡ്യുവൽ ആൾ വിൻ ചെയ്യുന്നുണ്ട്. ടോട്ടലി ഫാൻസിനൊക്കെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു പെർഫോമൻസ് അദ്ദേഹത്തിന് പുൾ ഓഫ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ നമ്മൾ ഹയർ അപ്പ് ദ പിച്ചിലേക്ക് പോകുന്ന സമയത്ത് മേസൺ മൗണ്ട് ആണെങ്കിലും അമാദ് ഡയലോ ആണെങ്കിലും ഒന്നും അത്ര ടോപ്പ് പെർഫോമൻസ് ഒന്നും ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ് ആ ഒരു ഗോളിൽ കാര്യമായിട്ടുള്ളൊരു ഇൻവോൾവ്മെൻറ്റ് ചെലുത്തുന്നുണ്ട്. അതുപോലെ റാഷ്ഫോർഡും അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ട്. ഗർണാച്ചോക്ക് ഒരു അസിസ്റ്റ് കൊടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആൻഡ് തൻ്റെ ഡെബ്യൂ മാച്ചിൽ തന്നെ നല്ലൊരു ഗോൾ നേടാൻ വേണ്ടി സിക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ടോട്ടലി യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അത്ര നെഗറ്റീവ് ഒന്നല്ല, നല്ല പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ്. ഒരുപാട് പോസിറ്റിവിറ്റികളൊക്കെ ഉണ്ട്, നെഗറ്റിവിറ്റികളും ഉണ്ട്. പക്ഷേ എന്താ പറയുക, സിർക്സി ഒരു ഗോൾ നേടി, മാസറോയി നല്ലൊരു പെർഫോമൻസ് നടത്തി, ഡിഫൻസ് ഫോമിലേക്ക് എത്തി, ഒനാന ഫോമിലേക്ക് എത്തി. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ യെസ്, അവരെ സംബന്ധിച്ചിടത്തോളം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ടാണ്. പിന്നെ ഇത് സീസണിൻ്റെ തുടക്കമാണ്, ഒരുപാട് മാച്ചുകൾ ഇനി വരാനുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം. എൻ്റെ കുറച്ച് ഒപ്പീനിയൻസാണ് ഞാൻ പറഞ്ഞത്. വാട്ട് ഐ എക്സ്പെക്റ്റഡ് വേഴ്സസ് വാട്ട് എനിക്ക് കിട്ടി, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.